നന്നായിട്ട് പ്രാർത്ഥിക്കുക, ചെയ്യുന്ന സാധനം സത്യസന്ധമായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ കഴിവുള്ളവർ വരുമ്പം ഗുരു ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പല തരത്തിലുള്ള ശിഷ്യന്മാരെ പറ്റിയും ശിഷ്യന്മാരെ പല കാറ്റഗറിയിൽ തന്ത്രശാസ്ത്രം പെടുത്തിയിട്ടുണ്ട്. ആ വ്യക്തിയുടെ മാനസിക ഭാവത്തെ മനസ്സിലാക്കിയിട്ട് അയാൾക്ക് ഏത് വഴിയാണ് വേണ്ടതെന്നുള്ളത് കണ്ടെത്തും. ഒരാൾ നമ്മുടെ അടുത്തേക്ക് ഇപ്പോൾ സാധനയ്ക്ക് അന്വേഷിച്ച് വരികയാണെന്ന് വെക്കുക, അല്ലെങ്കിൽ ഒരാൾക്ക് സാധന ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് വെക്കുക. അപ്പോൾ തന്ത്രശാസ്ത്ര വിഷയത്തിലൂടെ പോകാനാണ് അദ്ദേഹത്തിൻ്റെ നിയോഗം എങ്കിൽ അദ്ദേഹത്തെ നമ്മൾ ആദ്യം ഒബ്സർവ് ചെയ്യുന്നതിൻ്റെ ഒരു ബേസിക് ഇങ്ങനെയായിരിക്കും. കാരണം പഞ്ചഭൂതാത്മകമായ ഈ ശരീരം, പഞ്ചഭൂതാത്മകമായിട്ടുള്ള ഇതിൽ നിന്നും പഞ്ചേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും ഒക്കെ, കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി, ഈ 5 ഇന്ദ്രിയങ്ങൾ പഞ്ചഭൂതമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന, ഭൂമി, ജല, അഗ്നി, വായു, ആകാശം എന്നീ 5 ഭൂതങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന, കാണുന്നതും കേൾക്കുന്നതും രുചിക്കുന്നതും മണക്കുന്നതും സ്പർശിക്കുന്നതുമായിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ ഈ പ്രപഞ്ചത്തിൽ നിന്ന് കൊണ്ടുവരുന്നത്. ഇതിനോടൊപ്പം അയാളുടെ കർമ്മത്തിനനുസരിച്ചുള്ള, അയാളുടെ കർമ്മഫലത്തിനനുസരിച്ചുള്ള അയാളുടെ വാസനയും കൂടെ ചേർന്നിട്ട് ഈ അറിവുകളെ ഒരു പ്രത്യേക രീതിയിലേക്ക് വരുമ്പം അയാളുടെ ക്വാളിറ്റി, അയാളുടെ ആ വ്യക്തിയുടെ ഒരു സൈക്കോളജിക്കൽ ടൈപ്പ് അനുസരിച്ച് അയാൾക്കൊരു ഭാവം ഉണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? ആ ഭാവത്തിനനുസരിച്ചായിരിക്കും ആചാര്യൻ അയാളുടെ രീതി. ഇപ്പോൾ വാസനയൊക്കെ കൂടെ ചേർന്ന് വരുമ്പോഴത്തേക്ക് ഇപ്പം ഈ കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി ആയിട്ടുള്ള ഇന്ദ്രിയങ്ങളെ കൊണ്ടുതരുന്ന അറിവും അയാളുടെ ജീവിത സാഹചര്യവും ഇടപെടുന്ന ആളുകളും അവരുടെ ആ കാലദേശത്തിനനുസരിച്ചുള്ള വിദ്യാഭ്യാസം, രാഷ്ട്രീയം, ആ കാലഘട്ടത്തിലെ എല്ലാം, പിന്നെ അവരവരുടെ ചിന്തയും ഇതിനുള്ള കാഴ്ചപ്പാടും ഇതിലേക്ക് ഉള്ള വാസനകളും, ചിത്തത്തിൽ നിന്ന് ഇതിലേക്ക് വരുന്ന വാസനകളും എല്ലാം കൂടെ ചേർന്നിട്ടായിരിക്കും ആ വ്യക്തിയുടെ ഒരു ഭാവം വരുന്നത്. അപ്പോൾ ഇത് ഏത് ഭാവത്തിൽ വേണം, ഏത് ടൈപ്പ് സാധനം വേണം എന്നുള്ളത് ഗുരു അയാളുടെ ഒരു സൈക്കോളജിക്കൽ ടൈപ്പ് വെച്ചിട്ട് ഒന്ന് ഒബ്സർവ് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? വരുന്നുണ്ട് എല്ലാവർക്കും ഒരേപോലെ അങ്ങ് എടുത്ത് കൊടുക്കില്ല. അപ്പോൾ ആ മാനസിക ഭാവത്തെ അനുസരിച്ച് തന്ത്രശാസ്ത്രം 3 തരംതിരിക്കും.